നമ്മുടെ കിച്ചു റിതപ്പനെ കൊണ്ടുപോയി കറക്കിക്കൊണ്ടൊക്കെ വന്നില്ലേ. അന്നേരം സോഷ്യൽ മീഡിയയിൽ അതിന്റെ അടിയിൽ കമന്റ് വന്ന രേണുവിന് ഈ കൊച്ചിനെ ശ്രദ്ധിക്കാനൊന്നും സമയമില്ല, രേണു ഈ കൊച്ചിനെ നോക്കുന്നില്ല, രേണുവിന് ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചും വിവാദങ്ങൾ ഉണ്ടാക്കി നടക്കാനൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ കമന്റുകളൊക്കെ കണ്ടിട്ടൊക്കെ ഞാൻ തോന്നുന്നുണ്ട് ഇപ്പം രേണു റിതപ്പനെ എടുത്ത് വെച്ചിട്ട് ഞാനല്ലാതെ പിന്നെ ആര് എന്നും പറഞ്ഞിട്ടൊക്കെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ആ കൊച്ചിന്റെ മുഖത്ത് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചൊരു ഗ്ലോ ഒക്കെ കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്ററിന്റെ വെട്ടോ അല്ല. ആ കൊച്ചിന്റെ മുഖമൊക്കെ നമ്മൾ കണ്ടതല്ലേ നമ്മുടെ കിച്ചുവിന്റെ വീഡിയോയിൽ. പക്ഷെ വളരെ ക്ഷീണിച്ചിരിക്കുവാണ് രേണു. ഇങ്ങനെ ആടിപ്പാടി ഓടി 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 ഇങ്ങനെ വിവാദങ്ങളിലും ഇങ്ങനെ നടക്കുന്നു. എനിക്ക് ആ വീഡിയോയിൽ കണ്ട അതേ കാര്യമാണ് പറയാനുള്ളത്. രേണു ഈ കൊച്ചിനെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. അത് ആ ഒരു കമന്റുകൾ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ റിതപ്പനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഞാനൊരു സത്യം പറയട്ടെ, ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി ഇന്നലെ എന്റെ അമ്മ പറഞ്ഞാണ്, ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ വീടിന്റെ വാതിക്കെ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. അല്ല, ഞാൻ രേണു അല്ല. രേണുവിന്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ, അത് രേണു സുധിയൊന്നും അല്ല കേട്ടോ. രേണു സുധിയുടെ കസിൻ തന്നെയാണ്. ഇപ്പൊ രേണു സുധിയുടെ കസിൻ ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്താണെന്നാ ശരിയാ, രേണു ഭാഗ്യം ചെയ്ത കുട്ടി തന്നെയാണ്. അതുകൊണ്ടല്ലേ സുധി മരിച്ചത് രേണുവിന്റെ ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ സുധി മരിച്ചു കഴിഞ്ഞപ്പോൾ രേണു ഇങ്ങനെ ഒരു ലെവലിൽ എത്തിയത്. സുധി ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ രേണു ഒരിക്കലും ഇങ്ങനെ ഈ ഒരു ലെവലിലെത്തില്ല. അതുകൊണ്ട് രേണു ഭാഗ്യം ചെയ്ത കുട്ടി തന്നെയാണ്. പിന്നെ ഭർത്താവ് മരിച്ച എല്ലാ സ്ത്രീകൾക്കും ഡിപ്രഷനായിട്ടും പാകലായി ഭ്രാന്ത് പിടിച്ചൊന്നും പോകുന്നില്ല. ഭർത്താവ് മരിച്ച് കുറച്ച് നാളൊക്കെ വിഷമം കാണും. അത് കഴിയുമ്പോൾ അവർക്ക് ജീവിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. കൊച്ചുങ്ങളുണ്ടെങ്കിൽ കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും ജീവിക്കുന്നുണ്ട്. അല്ല ആരും ഡിപ്രഷൻ അടിച്ചും ഭ്രാന്തായും വീടിനകത്ത് ഒന്നും ഇരിക്കുന്നില്ല. ഇനി രേണുവിന്റെ കാര്യം അറിയില്ല, പക്ഷെ ആരും ഇരിക്കില്ല. ഇപ്പൊ രേണു പറഞ്ഞു ഭർത്താവ് മരിച്ചവരെല്ലാം ഭ്രാന്തായി പോവും, വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ഡിപ്രഷനായി പോകുന്നു. അങ്ങനെ ആർക്കും അങ്ങനെ ഡിപ്രഷനായി പോവോ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുകയോ ചെയ്യില്ല. എല്ലാവരും ജീവിക്കും. കാര്യം ജീവിച്ചല്ലേ പറ്റൂ. രേണുവിനെ കണക്ക് പിന്നെ ആരും ജീവിക്കില്ല. നമുക്ക് പുതിയൊരു അവതാരത്തെ കാണാം. രേണു സുധിയുടെ സ്വഭാവ ഗുണമുള്ള ഒരുത്തിയെ, രേണുവിന് പഠിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് കാണാം. ഞാൻ ഇന്ന് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനുണ്ടല്ലോ ഒരു പെണ്ണിനെ കണ്ടു. പെണ്ണ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ രേണു അല്ല, എന്നാലും ഞാൻ രേണുവിനെ കൂട്ടിരിക്കുന്നു, പിന്നെ ഞാൻ രേണുവിന്റെ കസിനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അതിന്റെ അടുത്ത വീഡിയോ നോക്കിയപ്പോൾ ആ കുട്ടി പറയുക, ഞാൻ രേണുവിന്റെ കസിൻ അല്ല. അടുത്ത വീഡിയോ കണ്ടപ്പോൾ പറയുക, ഞാൻ രേണുവിന്റെ ബന്ധുവേ അല്ലാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണ്, രേണുവിന് പഠിക്കുവാണോ? അപ്പൊ ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാന്ന്. അപ്പം ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അല്ല, ഞാൻ രേണു അല്ല. രേണുവിന്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ, അത് രേണു സുധിയൊന്നും അല്ല കേട്ടോ. രേണു സുധിയുടെ കസിൻ തന്നെയാണ്. ഇപ്പൊ രേണു സുധിയുടെ കസിൻ ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്താണെന്നാ കേട്ടല്ലോ പറഞ്ഞത്. ഞാൻ രേണു സുധി അല്ല. രേണു സുധിയുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് രേണു സുധിയുടെ ഫേസ് കട്ട് ഉള്ളതായിട്ടൊക്കെ? എനിക്ക് തോന്നില്ല. പിന്നെ പറയുന്നു രേണുവിന്റെ കസിൻ ആണെന്നാണ് പറയുന്നത്. രേണു സുധിയെ കണക്ക് നാവെടുത്ത് കഴിഞ്ഞാൽ പച്ച കള്ളം പറയുന്ന ഒരുത്തി. ഇവരുടെ പുറകെ ഇപ്പം നടക്കും ആൾക്കാർ. എന്തിനാന്നോ എന്താ ഇവിടെ ഏതാ എന്ത് കണ്ടിട്ടാ ഈ ആൾക്കാർ ഇങ്ങനെ ഇവളുടെ പുറകെ നടക്കുന്നതെന്ന് അറിയില്ല. രേണുവിന് പഠിക്കുന്നയാന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നു. എല്ലാരും പറയാറുണ്ട് രേണു സുധിയുടെ കട്ടുണ്ടല്ലോ, രേണു സുധിയുടെ റിലേഷൻ ആണെന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ റിലേഷൻ അല്ല, രേണു സുധി എല്ലാവരും അല്ല. പിന്നെ ഫേസ് കട്ട് അതുപോലെയാന്ന് പറയാറുണ്ട്. പക്ഷെ നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഞാൻ രേണു സുധിയുടെ കസിൻ ആണെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ രേണു സുധിയുടെ ബന്ധു പോലും അല്ല എന്നാ പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് രേണുവിന് പഠിക്കുന്ന കുട്ടിയാണെന്ന്, രേണുവിനെ കണക്കാവാൻ വേണ്ടിയിട്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ രേണു സുധിയുടെ ഫേസ് കട്ടൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരും കമന്റ് പറയുന്നത്. അപ്പൊ രേണുവിന്റെ സ്വഭാവം കൂടെ അങ്ങ് ആയിക്കോളാം. എന്നാലല്ലേ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. കള്ളം പറയുക. അയ്യോ, രേണു സുധി അല്ലല്ലോ. രേണു സുധിനെ പോലെ തോന്നിയ എന്റെ പേര് റിയ. രേണു സുധിയുടെ കട്ടുണ്ടെന്നാ ചില ആൾക്കാർ പറയാറുണ്ട്. കസിനൊന്നും അല്ല. അങ്ങനെയായ ഇപ്പൊ നേരത്തെ പറഞ്ഞു ബന്ധുവേ അല്ലെന്ന്, ഇപ്പൊ നേരത്തെ പിന്നെ പറഞ്ഞു ഞാൻ കസിനാണെന്ന്, ഇപ്പൊ പറയുന്നത് ഞാൻ കസിനേ അല്ലെന്ന്. എന്നൊന്നും ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ മുന്നിൽ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞതല്ലേ. ഇവിടെ ഏത് രേണു സുധിയുടെ കസിൻ തന്നെയാണ്. പിന്നെ ആൾക്കാർ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട് രേണു സുധിയുടെ കസിനാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയേണ്ട മറുപടി ഞാൻ രേണു സുധിയുടെ കസിനൊന്നും അല്ല. പിന്നെ കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ. ഇപ്പൊ രേണു സുധിയുടെ കസിൻ ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്താണെന്നാ അല്ല, ഞാൻ രേണു അല്ല. രേണുവിന്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ, അത് രേണു സുധിയൊന്നും അല്ല കേട്ടോ. രേണു സുധിയുടെ കസിൻ തന്നെയാണ്. ഇപ്പൊ രേണു സുധിയുടെ കസിൻ ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്താണെന്നാ
ഇവളെ പറ്റിയൊക്കെ ആരെന്ത് നെഗറ്റീവ് പറഞ്ഞു എന്നാ പറയുന്നത്? ഇവളൊക്കെ ആരാ? ഇവരൊക്കെ ഏതാ? എവിടൊക്കെ എവിടെ ഉള്ളതാ? ആർക്കറിയാം? കസിനാണോ? ആണ്. ഞാൻ രേണുസുതിയുടെ കസിനാണ്. അല്ല, ഞാനിപ്പോ രേണുസുതിയുടെ കസിൻ ആയാ എന്താ കുഴപ്പം? അല്ല, ഞാൻ രേണുസുതിയുടെ കസിനല്ല. എന്താ പറയുന്നേ? ഇവിടെ എന്തോ പറയുന്നേ? എന്റെ ദൈവമേ ദൈവമേ ദൈവമേ. രേണുസുതി പുതിയ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നുണ്ട്. അറിഞ്ഞില്ലേ? രേണുസുതിയുടെ പുതിയ സിനിമയുടെ പൂജയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടോക്കിയാൽ മതി, കാണാൻ അറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു അവതാരത്തെ ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പൊ ഇത് ഏതാണ്, ഇത് എവിടുന്ന് വന്നെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെയും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ അവതാരത്തെ? ഏതാ? എനിക്ക് ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ടെന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിലെങ്ങനെ ഉള്ളയാണോ എന്തോ എനിക്കറിയത്തില്ലേ, ഞാനിതിനെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് മക്കളെ കാര്യങ്ങൾ. ഇനി കിച്ചു രേണുവിനെ വിളിച്ചിട്ടില്ല, രേണു കിച്ചുവിനെ വിളിച്ചിട്ടില്ല എന്നാണ് രേണു പറഞ്ഞത്. പക്ഷേ കിച്ചുവിന്റെ വീഡിയോയിൽ നിന്നും കിച്ചു രേണുവിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും മൊത്തം പേരും പറഞ്ഞു കിച്ചു രേണുവിനെ വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ആ കള്ളം അങ്ങ് പൊളിഞ്ഞു പോയി. അപ്പൊ ഇനിയിപ്പോ അതിങ്ങനെ മൂടി വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. കിച്ചു വന്ന് എല്ലാവരോടും തുറന്ന് പറഞ്ഞില്ലേ രേണുവിനെ കിച്ചു വിളിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ അങ്ങ് പറയാം എന്ന് വിചാരിച്ചിട്ട് അക്കാര്യത്തെ കുറിച്ച് രേണു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. രേണു, നമ്മുടെ കിച്ചു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിതപ്പനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പോയി. രേണു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും അന്ന് നടന്നത്? വിളിച്ചു, വിളിച്ചു. അമ്മ ഞാൻ ഈ നമ്പർ എടുത്തെങ്കിൽ മനസ്സിലാക്കണം. നമ്പർ സേവ് തന്നെ, വാട്സപ്പിൽ മാത്രം സേവ്. ഹലോ, എന്താ വെച്ചു അമ്മ, ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോകട്ടെന്ന്. ഞാൻ പോയി കൊണ്ടിട്ടാണ് ഈ മുടി കൊണ്ടുപോകും, സേഫായിട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാം. അമ്മ എപ്പോഴാണ് വരിക? അപ്പം ഞാനിവിടെ ഒരു പ്രമോഷൻ ഭാഗത്ത് വരാം. ഓക്കെ അമ്മ. പപ്പാട് ചോദിച്ചപ്പോൾ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല. അപ്പനോട് അപ്പം പറഞ്ഞു. ഞാൻ പപ്പായെ വിളിച്ചോളപ്പോൾ അവനെ വിട്ടു. ശരി, അവൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു എന്നെ കൊണ്ടുവരാൻ വേണ്ടി വരും. അതാണ് പപ്പ ആദ്യം മടിച്ചത്. കൊണ്ടുവന്നു രേണുവിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ രേണു അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഫോൺ ആരും എന്നെ അറിയിച്ചു. അമ്മ കൊണ്ടുപോകാം. ശരി ശരി. അതാണ് രേണു ഇപ്പൊ രേണുവിനെ കിച്ചു വിളിച്ചെന്നായി, അമ്മാന്ന് വിളിച്ചതായി. ഇനി ഞാൻ എന്റെ മകനായിട്ടേ കാണുന്നുള്ളൂ. നല്ല കാര്യം, അങ്ങനെ തന്നെ കാണുക. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മനസ്സിൽ ഒരു വിദ്വേഷവും വെക്കാതിരിക്കുക. കിച്ചുവായിട്ട് രേണു നല്ലതുപോലെ സഹകരിച്ചു പോവുക. നല്ല ഒരു അമ്മയും മോനുമായിട്ട് തന്നെ പോവുക. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആരെന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ അതൊന്നും മെയിൻ ചെയ്യണ്ട. കിച്ചു അവന്റെ കുട്ടിക്കാലത്തിൽ അനുഭവിച്ച കുറച്ച് ദുരിതങ്ങൾ അവൻ വന്ന് പറഞ്ഞു, അത്രയങ്ങ് വിചാരിച്ചാൽ മതി രേണു. അതുകൊണ്ട് രേണു കിച്ചുവിനെ പഴയതുപോലെ സ്വന്തം മോനായിട്ട് തന്നെ കാണുക, ഒരുമിച്ച് പോവുക. അതാണ് നമുക്കൊക്കെ ഒരു സന്തോഷം. അല്ലാതെ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നതോ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നതോ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. നമുക്കതൊന്നും കാണാൻ വയ്യ. സുധിയുടെ ആത്മാവിനും സന്തോഷമാവും, അതായത് എനിക്ക് സന്തോഷമാവും. രേണുവും കിച്ചുവും തമ്മിൽ ഒരുമിച്ച് നല്ല ഒരു അമ്മയും മോനുമായി തന്നെ പോകണം. ആ റിതപ്പനെ സ്വന്തം അനിയനായി കണ്ട് റിതപ്പനും കിച്ചുവും തമ്മിൽ നല്ല സ്നേഹമാണ്. ആ ഒരു സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നും റിതപ്പനെ കിച്ചുവാണ് നോക്കേണ്ടത്. അതായത് സ്വന്തം അനിയനായിട്ട് നോക്കുക. നല്ലതുപോലെ പോട്ടെ, നല്ലതുപോലെ നിങ്ങൾ സന്തോഷമായിട്ട് അമ്മയും മക്കളും തമ്മിൽ ജീവിക്കുക. അതേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അതാണ് എനിക്ക് സന്തോഷം. മറ്റുള്ളവരാരും എനിക്കറിയത്തില്ല. അതാണ് നല്ലത്.